ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് മാങ്ങയും ഇളമ്പക്കയും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കഴിച്ചവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയായിരിക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മീൻ കറിയേക്കാളൊക്കെ ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പ് ഇളമ്പക്ക, അതായത് 250 ml കപ്പിൽ 1 കപ്പ് ഇളമ്പക്കയാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇളമ്പക്ക ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് മാങ്ങയാണ്. ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. ഈ ഒരു മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ മാങ്ങ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കറി ഉണ്ടാക്കുന്ന ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങ ഏകദേശം വെന്തതിന് ശേഷമാണ് നമ്മൾ ഇളമ്പക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇളമ്പക്ക ഓൾറെഡി പുഴുങ്ങിയതാണ്, അതുകൊണ്ട് അധികം നേരം വേവിക്കണ്ട. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ച മാങ്ങയും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ മാങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ടും അങ്ങ് ഉടച്ചെടുക്കുന്നൊന്നുമില്ല, കുറച്ച് മാത്രമേ ഒന്ന് ഉടച്ചെടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇളമ്പക്ക ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇളമ്പക്ക നമ്മൾ പുഴുങ്ങിയെടുത്തതായതുകൊണ്ട് അത് അധികം നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അരപ്പൊന്ന് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1/4 കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കൊതിയൂറുന്ന മാങ്ങ ചേർത്ത ഇളമ്പക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ്. കൂടെ വേറെ കറികളുടെയോ തോരൻ്റെയോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.